എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SSLC +2 പരീക്ഷ എഴുതി കഴിഞ്ഞ് റിസൾട്ട് കാത്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ റിസൾട്ട് എന്ന് വരും, എങ്ങനെ ഏറ്റവും വേഗത്തിൽ റിസൾട്ടുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്തുകൂടി ഹൈപ്പ് ചെയ്ത് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി നിങ്ങൾ കാണുക. സോ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മെയ് 15-ാം തീയതി ആയിരിക്കും SSLC പരീക്ഷയുടെ റിസൾട്ട് കേരളത്തിൽ പ്രഖ്യാപിക്കുന്നത്. മെയ് 22-നായിരിക്കും +2 റിസൾട്ടുകൾ വരുന്നത്. പലരും ചോദിക്കുന്നുണ്ട് ഈ ഒരു മുഖ്യമന്ത്രിയുടെ ആ ഒരു കാര്യങ്ങളും ഈ ഒരു ഭരണമാറ്റങ്ങളും കാരണം കൊണ്ട് ഇത് നീണ്ടു പോകുമോ എന്ന രീതിയിൽ. പക്ഷെ അങ്ങനത്തെ ഒരു വിധത്തിലുള്ള അപ്ഡേറ്റുകളും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നില്ല. നിശ്ചയിച്ച തീയതികളിൽ മെയ് 15, 22 തീയതികളിൽ തന്നെ SSLC +2 റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നതാണ്. കൃത്യം 3 മണിക്കാണ് SSLC റിസൾട്ട് പ്രഖ്യാപിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ ഏതൊക്കെ വെബ്സൈറ്റ് വഴിയാണ് SSLC റിസൾട്ട് അറിയേണ്ടതെന്ന് ഇപ്പോഴേ നോക്കി വെക്കണം. വെബ്സൈറ്റുകളുടെ ആ ഒരു ഫോർമാറ്റും എങ്ങനെയാണ് അത് കണ്ടെത്തേണ്ടത് എന്ന രീതികളെല്ലാം മനസ്സിലാക്കാൻ നിങ്ങൾ ആ ഒരു വെബ്സൈറ്റുകൾക്കായി നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിലേക്ക് നിങ്ങൾ മെസ്സേജുകൾ അയക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആ ഒരു നമ്മുടെ വെബ്സൈറ്റുകളുടെ ലിങ്ക് നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരുന്നെങ്കിൽ AS വേൾഡ് എന്ന് പറയുന്ന നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിലേക്ക് ഫോളോ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കാവുന്നതാണ്. ഇനി നമ്മുടെ മാർക്കിന്റെ കാര്യത്തിലേക്ക് വന്നാൽ SSLC പരീക്ഷ നമുക്ക് 80 മാർക്കിനും 40 മാർക്കിനുമായിട്ടുള്ള റിട്ടൺ എക്സാമുകളാണ് ഉള്ളത്. അതിന്റെ കൂടെ തന്നെ 80 മാർക്കിന്റെ പരീക്ഷയ്ക്ക് 20 മാർക്ക് ചേർന്ന് 100 മാർക്കാണ് കംപ്ലീറ്റ്. 20 മാർക്ക് സിയും കൂടി ചേർന്ന് 100 മാർക്കാണ് ടോട്ടൽ എക്സാമിന്റെ ആ ഒരു മാർക്കായിട്ട് വരുന്നത്. അങ്ങനെ വരുന്നത് നമുക്കറിയാവുന്ന സോഷ്യൽ സയൻസ്, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് വിഷയങ്ങളാണ്. പിന്നെ വരുന്നത് എല്ലാം 40 മാർക്കിന്റെ റിട്ടൺ എക്സാമും 10 മാർക്കിന്റെ സിയും വരുന്ന എക്സാമുകളാണ്. അതിന്റെ ടോട്ടൽ മാർക്ക് 50 ആണ്. അപ്പോൾ ഈ ഒരു 100 മാർക്കിന്റെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് A+ നേടാനായിട്ട് വേണ്ടതെന്ന് പറയുന്നത് 90 മാർക്കാണ്. അതിൽ 70 മാർക്ക്, 80 മാർക്കിന്റെ ഒരു പരീക്ഷയിൽ 70 മാർക്ക് നിങ്ങൾ എഴുതി വാങ്ങുകയാൽ ബാക്കി 20 മാർക്ക് ടീച്ചർ തരുന്ന CE മാർക്ക് ഫുൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ 100-ന് 90 മാർക്ക് വാങ്ങി A+ കരസ്ഥമാക്കാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ 50 മാർക്കിന്റെ പരീക്ഷ എടുക്കുക. നമ്മുടെ മലയാളം ഫസ്റ്റ്, സെക്കൻഡ്, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി തുടങ്ങിയ വിഷയങ്ങളിലേക്ക് വന്നാൽ 50-ന് 45 മാർക്കാണ് നിങ്ങൾക്ക് A+ കരസ്ഥമാക്കാൻ വേണ്ടത്. അതിൽ നിങ്ങളുടെ റിട്ടൺ എക്സാമിൽ 40-ന് 35 മാർക്ക് നിങ്ങൾ A+ വാങ്ങാനായിട്ട് വാങ്ങിയാൽ മാത്രം മതി. ബാക്കി 10 മാർക്ക് നിങ്ങളുടെ ടീച്ചർ തരുന്ന CE മാർക്ക് നിങ്ങൾക്ക് ഫുൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ 50-ന് 45 മാർക്ക് വാങ്ങി A+ലേക്ക് കടക്കാൻ പറ്റും. ഇതിന്റെ കൂടെ തന്നെ അഡീഷണലി SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, അതുപോലെ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റികളിൽ പങ്കെടുത്ത കുട്ടികൾക്ക് 24 മാർക്ക്, 30 മാർക്ക്, 18 മാർക്ക് തുടങ്ങിയ എക്സ്ട്രാ ഗ്രേസ് മാർക്കുകളും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഒന്നുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. നമുക്കറിയാവുന്ന ഇപ്പം കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് SSLC വാല്യുവേഷൻ എല്ലാം വളരെയധികം ലിബറൽ ആയിട്ടായിരുന്നു നടന്നിരുന്നത്. കൂടുതൽ A+കളും കാര്യങ്ങളും കുട്ടികൾ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങൾ എഴുതിയ ആ ഒരു മാർക്ക് എന്തായാലും നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. SSLC കുട്ടികൾ ആരും പേടിക്കേണ്ട. ഇനി നമ്മുടെ +2 വിദ്യാർത്ഥികളുടെ കാര്യത്തിലേക്ക് വന്നാൽ ഓൾറെഡി നിങ്ങളുടെ +1-ന്റെ മാർക്കും +2-ന്റെ മാർക്കും കമ്പൈൻ ചെയ്ത ഒരു റിസൾട്ട് 1200 നിങ്ങൾക്ക് വരുന്നത്. അത് ഓരോ സ്ട്രീമുകാർക്കും +2-ലെ മാർക്ക് വെവ്വേറെയാണ്. കാരണം ഹ്യൂമാനിറ്റീസിനും സയൻസിനും കൊമേഴ്സിനും വെവ്വേറെ മാർക്കുകളാണ്. ഇപ്പോൾ ഹ്യൂമാനിറ്റീസിന്റെ കാര്യം എടുത്താൽ അവർക്ക് 600 എന്ന 2 സെപ്പറേഷനും, +2-ന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവർക്ക് +1-ൽ 520 മാർക്കിനായിരുന്നു. കാരണം ലാബ് എക്സാംസ് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ +2-ലേക്ക് വരുമ്പോൾ ബാക്കി മാർക്കും കൂടെ വരുന്ന രീതിയിൽ ലാബ് മാർക്കും മറ്റു മാർക്കുകളൊക്കെ ആഡ് ചെയ്ത് വളരെ വലിയൊരു രീതിയിൽ +1-നെക്കാളും കൂടുതൽ മാർക്കുകൾ നിങ്ങൾക്ക് +2-ലാണ് ഈ ഒരു പരീക്ഷയിൽ കാൽക്കുലേറ്റ് ചെയ്തത്. നിങ്ങൾക്കും അവിടെ CE മാർക്കും എക്സ്ട്രാ ഗ്രേസ് മാർക്കുകളും കാര്യങ്ങളും എല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ എന്താണോ എഴുതിയിട്ടുള്ളത് അതിന്റെ റിസൾട്ട് തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു എക്സാമിൽ കിട്ടും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. കാരണം ആർക്കും അങ്ങനെ മാർക്ക് പിടിച്ചിടുകയോ മാർക്ക് കുറയ്ക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുകയോ ആ രീതിയിലുള്ള യാതൊരുവിധ നീക്കങ്ങളും നമ്മുടെ ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് നടന്നിട്ടില്ല. സോ എല്ലാ വിദ്യാർത്ഥികളും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക. SSLC റിസൾട്ട് മെയ് 15-നും +2 റിസൾട്ട് മെയ് 22-നും നമുക്ക് പ്രതീക്ഷിക്കാം. തുടർന്ന് നിങ്ങൾക്ക് അങ്ങോട്ടുള്ള നിങ്ങളുടെ കരിയറിൽ എന്തൊക്കെ തിരഞ്ഞെടുക്കണം, എന്തൊക്കെ രീതിയിലുള്ള പെർഫോമൻസ് നടത്തണം തുടങ്ങിയുള്ള എല്ലാവിധ സപ്പോർട്ടുകൾക്കും നമ്മുടെ ടീം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് നിങ്ങൾ ഇപ്പോഴേ തന്നെ ഫോളോ ചെയ്ത് ഞങ്ങളോടൊപ്പം തുടർന്നോളൂ. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നിങ്ങൾ ആ ഒരു ഇൻസ്റ്റഗ്രാം ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ്. തുടർന്ന് ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി നിങ്ങൾ എനേബിൾ ചെയ്ത് വെച്ചു. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റുമായി ഉടനെ കാണാം. അതുവരേക്കും ബൈ.